ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. ഒരു കോൾഡ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറേ പേർക്ക് ആ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമായി. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു, ഒരു 3-4 പേര് പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ പറയണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, അത് മധുരമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലാതെ ഞാൻ ഈ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാം. ഏതാ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു റേച്ചാൻ ഇതാ ഇഷ്ടപ്പെട്ട. പോൾമോന് അന്ന് നേരത്തെ ഞാൻ ഗോതമ്പ് കൊണ്ട് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. അത് ഇച്ചിരി ഹാർഡായിട്ടിരിക്കും, അതേ ഉള്ളൂ വ്യത്യാസം. പിന്നീട് ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം ബെൻസി ഇങ്ങനെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ആദ്യം എടുത്തില്ല. പിന്നെ പറഞ്ഞ എടി ചക്ക വറക്കുമായിരുന്നു, ചക്ക വരട്ടിക്ക് വേണ്ടിയുള്ള. അപ്പം ഞാൻ പറയൂ, എടി നീ ആ പറക്കുന്ന സമയത്ത് നീ തിന്നത്തില്ലേ, എന്ത് നല്ല നിനക്ക്. അവൾ പറഞ്ഞു ഇല്ല കൊച്ചോളെ, എന്നെ കൊച്ചോളേന്ന് വിളിക്കുന്നത്. ഇല്ല കൊച്ചോളെ, അന്നേരം ഒന്നും നമുക്ക് തിന്നാൻ തോന്നത്തില്ലടി, മനസ്സ് വരത്തില്ല എന്ന്. ഞാൻ പറയാം എൻ്റെ ദൈവമേ, കാരണം അവളുടെ അവിടെ അന്ന് ആ കാർ പോർച്ചിൽ കൊണ്ട് 10-30 ചക്ക ഒരുമിച്ച് കൊണ്ടിട്ട കണ്ടോണ്ട് എനിക്കങ്ങ് സത്യം പറഞ്ഞാൽ കൊതി വന്നു പോയി. ഞാൻ പറയാം അരമുറിയിലും കിട്ടിയായിരുന്നെങ്കിൽ, അവൾ പറഞ്ഞേടി ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊറിയറിൽ എങ്ങനെയും അയച്ചേനെ. കൊറിയറിലൊക്കെ ഇത് അവിടെ ഇവിടെ കയറി ഇങ്ങി വരുമ്പോൾ ഇല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നതും വലിയൊരു ചക്ക എൻ്റെ ആങ്ങളയ്ക്ക് കൊച്ചു കണ്ണൊന്നുമില്ല, എല്ലാം വലിയൊരു ചക്ക തന്നു വിട്ടു. ഒരു പേസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ, അത് തന്നെ ഒരു 10-12 കിലോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ പൊന്നോ, ഇവിടെ കൊണ്ടുവന്നപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞങ്ങളെന്നാ ചിന്തിച്ച് എല്ലാം പഴുക്കട്ടെന്ന്. പിന്നെ ഞാൻ വന്ന് ഇച്ചിരി പുളിച്ച് കാണുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ആങ്ങൾ പറഞ്ഞെടി നന്നായിട്ട് അത് വിളങ്ങിയ, അതുകൊണ്ടാണ് ഞാൻ വേവിക്കാൻ. എനിക്കിച്ചിരി ഇളം മധുരമുള്ള ചക്കയൊക്കെ വേവിക്കുന്നത്, ഈ മത്തങ്ങക്കറി ഓമയ്ക്കറിയൊക്കെ ഇച്ചിരി ഒരു മധുരത്തോടു കൂടിയുള്ളത് ഇഷ്ടമാണ്. ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടേ അല്ല ഇളം മധുരം വേവിച്ചാൽ, പിന്നെ കണ്ണിന് കണ്ടുകൂടാ. അപ്പോൾ എനിക്ക് ഏത്തക്ക പഴമൊക്കെ ഇട്ടൊരു പുളിശ്ശേരി പോലൊക്കെ വെക്കുമല്ലോ, അതൊക്കെ എനിക്കിഷ്ടം, ഇവർക്കിഷ്ടമല്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അത് മൊത്തം അങ്ങ് പഴുക്കട്ടെന്ന്. 2 ദിവസം കഴിഞ്ഞ് കുറച്ച് കീറ് മാത്രമേ കിട്ടുള്ളൂ, മൊത്തം നീറിപ്പോയി. ബോക്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. ആങ്ങളെയാണെങ്കിൽ ദൈവമേ അത് കെട്ടി ഇറക്കുമായിരുന്നു, കണ്ട് കയറിയിട്ട് കയറും കൊണ്ട് കെട്ടി ഇറക്കുമായിരുന്നു. അത്രയ്ക്ക് തറയെ വീഴാതെ എടുത്താൽ. ഇവിടെ വന്നപ്പോഴത്തേനും സങ്കടം വന്നു പോയെന്നുള്ളതാണ്. കാരണം അവനത് എടുത്തുകൊണ്ട് വന്ന് ശ്വാസം നിന്നു, അത്രയ്ക്ക് വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കൊതിയായിപ്പോയി. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്നും കൂടുതലും കോളേജിലെ കാര്യമൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ പറയാം, അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പപ്പ അടുത്താണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എന്നോട് അങ്ങനെ ഒന്നും കൂടുതലും പറയാം. ഞാൻ ഇച്ചിരി ഒന്ന് ഇതായിട്ട് നിൽക്കും, സീരിയസ് ആയിട്ട് നിൽക്കും. എൻ്റെ അടുത്ത് പറഞ്ഞു മമ്മി എനിക്ക് പേടിയാവുന്നു, പ്രാക്ടിക്കലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പേടിയാവുന്നത്? കഴിഞ്ഞ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ നിന്നൊരു കൊച്ച് ബോധം കെട്ട് വീണ് പേടിച്ച്. അന്നേരം എനിക്ക് എൻ്റെ നേഴ്സിംഗ് കാല സമയത്തെ ഇത് ഓർമ്മ വന്നു. ഞാൻ ആദ്യമായിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോയണ്ടേ. അപ്പം ഞാനൊക്കെ പഠിച്ച സമയത്ത് BSc നേഴ്സൊക്കെ ചുരുക്കമായിട്ടാണ്, അന്നൊക്കെ ജനറൽ നേഴ്സായിരുന്നു. അപ്പോൾ 2 വർഷം ഞാൻ നേഴ്സിംഗ് പഠിച്ചു. അപ്പോൾ അവിടേക്ക് ആണെങ്കിലും നമ്മൾ ഈ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഈ മെയിൻ സിസ്റ്റർമാരുടെയൊക്കെ കൂടെ നമ്മൾ ഡോക്ടറുടെ കൂടെ റൗണ്ട്സിന് പോവുകയാണെങ്കിൽ ഒരാൾ ഷീറ്റ് പിടിക്കണം, ഒരാൾ BP പാർട്ടീസ്, ഒരാൾ ലൈറ്റ്, ഇങ്ങനെ ഓരോരുത്തരും ഒരാൾ തെർമോമീറ്റർ, ഇങ്ങനെ ഒരു റൗണ്ട്സിന് പോകുമ്പോൾ ഒരു ഡോക്ടറുടെ പുറകെ ഒരു വാവലാരം ആൾക്കാർ കാണും. പിന്നെ ഈ പഠിക്കുന്ന പിള്ളേരും കാണും. അന്നേരം ഈ ഡ്രസ്സിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സിങ് ഡോക്ടർ ഇങ്ങനെ ആ പേഷ്യൻറ്റിൻ്റെ മുമ്പേ ഉള്ള 1-2 പേഷ്യൻ്റ് ആകുമ്പോഴേ സിസ്റ്റർമാർ പോയി ഡ്രസ്സിങ് ഒക്കെ അഴിച്ചു വെക്കണം. അവിടെ നിന്ന് ഡോക്ടർ കാണണം ആ ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അയ്യോ, ഞാനും പോയി. എൻ്റെ അടുത്ത സിസ്റ്റർ പറഞ്ഞു വാ ഹെൽപ്പ് ചെയ്യാൻ വാന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് വലിയ കാര്യത്തി ഡ്രസ്സിങ് അങ്ങോട്ട് കണ്ടതുമല്ല, എന്നെ പിന്നെ നോക്കിയപ്പോൾ 2 ബെഡിൻ്റെ അപ്പുറത്ത് കിടപ്പുണ്ട്. ഞാൻ ബോധം കെട്ടുപോയി. ഞാനാ പിന്നെ ഇവിടെ ബോംബെ വന്നത്. ഉമ്മയെ തന്നെ ഡെലിവറിയൊക്കെ എടുക്കുമായിരുന്നു. അന്നത്തെ ഓർക്കാൻ എൻ്റെ ഓരോ അന്നത്തെ കാലത്തെ കാര്യങ്ങൾ. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിപ്പം ചിരിക്കാം.
നമ്മളിപ്പോൾ ചില സമയത്ത് ഞാൻ പിള്ളേരുടെ അടുത്ത് ധൈര്യം പറയുമ്പോൾ ഞാൻ ചിന്തിക്കും ഞാനെങ്ങനായിരുന്നു. ഞാൻ തന്നെ ഇവനോട് പറഞ്ഞു, ഇടാ നാണമില്ലല്ലോ, നീ ഒരു ചെറുക്കനില്ലോടാ, നീ പോതം കെട്ട് വീഴത്തൊന്നുമില്ലടാന്ന്. ഓക്കെ, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയാ. ഇഷ്ടപ്പെടുന്ന വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. ഓക്കെ, അപ്പം റീച്ചാനും ഡാഡിക്കുള്ള ചായ എടുത്തുകൊണ്ട് കൊടുക്കുക. പോൾമോന് നല്ല ചുമ, അതെങ്ങനെ കുളിച്ചിട്ട് വന്നാൽ തല ശരിക്ക് തോർത്തത്തില്ല, കുറേ നടന്നു പറയണം. അപ്പോൾ അവന് നല്ല ചുമ, അങ്ങനെ അവന് ഫ്ലാസ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് രാവിലെ അവനും കൊച്ചനും കുടിക്കാനൊക്കെ കൊടുത്തു. അപ്പോൾ പ്രൈസമ്മോൻ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദോശയായിരുന്നു. അവനത് വേണ്ട, അപ്പോൾ അവന് എന്നാൽ ബ്രെഡും ചീസും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച്, എന്നിട്ട് ടിഫിനും ഇന്ന് അത് കൊടുത്തു വിടാമെന്ന് വെച്ച്. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഈ ഒരു സൈഡ് നന്നായി ചൂടായിട്ട് ആ സൈഡ് ഞാനിങ്ങനെ എടുക്കും, എന്നിട്ട് ചീസ് അങ്ങോട്ട് വെച്ചിട്ട് മറ്റേ ബ്രെഡിൻ്റെ നമ്മൾ ആ തവയുടെ മുകളിൽ വെച്ചിരുന്ന സൈഡ് ഇതിൽ വെക്കുമ്പോൾ, എന്നിട്ട് ചെറിയ തീയിലിട്ടിരുന്നാൽ മതി, അതങ്ങ് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. മറ്റേ ഓവനിൽ വെച്ചാൽ പെട്ടെന്ന് ചീസ് മെൽറ്റാവും, പക്ഷേ ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടത്തില്ല. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെന്ന് കൊടുത്ത്. ഇങ്ങനെ ചീസ് ഇങ്ങനെ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കുണ്ടാക്കി കൊടുക്കുക, അവരിങ്ങനെ ഇടംകേടി നിൽക്കുന്ന സമയത്ത്. എന്നിട്ട് ഇന്നൊരു കടല തോരൻ പോലെ വെക്കുന്നത്. അതിനായിട്ട് ഇന്നലെ രാത്രി കടല വെള്ളത്തിൽ ഇട്ടായിരുന്നു, അതിപ്പോൾ ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ ഒന്ന് ഇങ്ങോട്ട് നീ ഒന്നും കുത്തി കഴിക്കല്ലോ, ഞാൻ പറഞ്ഞേക്കാം. തമാശയൊന്നും എടുക്കലന്ന് മാച്ചിസ് ബോക്സ് എടുത്ത്. അന്നേരം ഞാൻ തുണി കഴുകാൻ ഇട്ടിട്ടുണ്ട്. പോൾമോൻ ഇന്ന് പ്രാക്ടിക്കലാണ് കെമിസ്ട്രിയുടെ. അപ്പം എന്നോട് തീപ്പെട്ടിയാണ് ചോദിച്ചത്. അപ്പം തീപ്പെട്ടി ഞാനെടുത്ത് പാത്ത് വെച്ചേക്കുക, കാരണം ഇവനും ഉരയ്ക്കാനൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞാൻ നോക്കുകയാണെങ്കിൽ ഉരച്ചൊരച്ച് പഠിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഇവിടെയൊക്കെ നമ്മുടെ ഈ ഫ്ലാറ്റിലൊക്കെ ഇവന്മാരൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ കത്തിച്ചങ്ങാണ് ഇട്ടാൽ എന്തോലും ഇതാവത്തില്ല. അതുകൊണ്ട് എനിക്ക് പേടി ആയതുകൊണ്ട് ഞാനെടുത്ത് പാത്തകത്ത് വെച്ചേക്കുമായിരുന്നു. അന്നേരം ഇന്നിപ്പം ചോദിച്ചു വേണം എന്ന്. ഞാൻ ചിന്തിച്ച് ഇനി എന്തിനാന്ന്. അന്നേരം പറഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കലാണ് വേണമെന്ന്. അതാ ഞാൻ പറഞ്ഞ വേറൊന്നും ചെയ്യല്ലെന്ന്. ഓരോരുത്തർക്കും എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്, പേടിയാണ് നമുക്ക് ഓരോ എന്ന് ഓർക്കുമ്പോൾ. അതാ പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുവന്നേക്കണം, ഒന്നും ചെയ്യല്ലെന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞു. പിന്നെ കൊച്ചിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് കൊച്ചിനെ പോകാനായിട്ട് ഒരുക്കി തലയൊക്കെ ചീവി കൊടുത്ത്. വായിൽ സ്റ്റെപ്പ് സ്റ്റിൽസാണ് കിടക്കുന്നത്. അവിടെ ഇന്ന് നീ കുട്ടപ്പായി ആയി പറ, സ്കൂളിൽ പോവാന്ന്. സ്കൂളിൽ പോവാ. പിന്നെ അരിയൊക്കെ കഴുകി അടപ്പത്തിട്ടു. അത് തിളച്ച് കഴിഞ്ഞങ്ങ് ഓഫാക്കിയിടും. കുറച്ച് കഴിഞ്ഞ് ആകുമ്പോഴത്തേനും അത് വെന്തിരിക്കും. പിന്നെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാനെല്ലാം സോപ്പിട്ട് വെച്ചതാണ്. ഇതിക്ക് സോപ്പൊന്നും ഇടാതാണ്ടിടുന്ന് ചെയ്യുന്നത്. സോപ്പൊക്കെ ഇട്ട് വെച്ചതാണ്, പിന്നീടൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പോൾ എന്നെ ഓർക്കുന്ന പലരും ഉണ്ട് പാത്രം കഴുകുമ്പം. പിന്നെ കുക്കിംഗ് ചെയ്യുമ്പോൾ ഓർക്കുന്നവരുണ്ട്. അന്നേരം തോരൻ വെക്കാൻ ഞാൻ കടല വേവിച്ചായിരുന്നല്ലേ, അതിനായിട്ട് സവാളയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ട് വെളുത്തുള്ളിയും ചേർക്കുന്നു. വെളുത്തുള്ളിയൊക്കെ ഇതിനിത്തിരി കൂടുതൽ ചേർത്താൽ നല്ലതാണ്. ഇപ്പം വെളുത്തുള്ളിയുടെ വില അനുസരിച്ച് നമ്മൾ പേരിന് വേണ്ടി ഒന്ന് ചേർക്കുന്നതേ ഉള്ളൂ. ഈ കടലയൊക്കെ ആകുമ്പോൾ ചിലർക്ക് ഗ്യാസ് ഉണ്ടാകുമല്ലോ, അപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ചേർക്കുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ എനിക്കങ്ങനെ കടലയൊന്നും കഴിച്ചാൽ ഗ്യാസ് പ്രോബ്ലം പോലെ ഇല്ലായിരുന്നു. ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഈ രാത്രിയിൽ എനിക്കിങ്ങനെ ബ്ലോട്ടിങ് പോലെ തോന്നുന്നു, രാത്രി. പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ചിട്ടൊന്നും അങ്ങനെയുള്ളൊരു പ്രശ്നം വരത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് ചില ദിവസങ്ങളിലുണ്ട്. അന്നേരം അത് ഈ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇനോടെ ടാബ്ലറ്റൊക്കെ ഉണ്ടെന്ന്,
അതങ്ങാണൊന്ന് വായിലിടുമ്പോൾ അങ്ങ് മാറും. അതൊന്നും അത്ര നല്ലതല്ല, പിന്നെയും അങ്ങ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങ് ചെയ്യും. പിന്നെ ഞാൻ ആ വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് നമ്മുടെ ആ ഇടിക്കല്ലിൻ്റെ ഇഞ്ചി ചതക്കുന്നിടം വെച്ചല്ല, അതിൻ്റെ മുകൾ വശം കൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീനൂടൊക്കെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് എന്നും എന്താ കൂട്ടാൻ വെക്കുന്നതെന്നുള്ളൊരു ടെൻഷനാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ പറഞ്ഞ് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരാൾ ഓൺലൈനിൽ ഇങ്ങനെ നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ മതി വീട്ടിൽ കൊണ്ടുവരുമെന്ന്. എന്നാൽ റീച്ചാനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അയലയുണ്ട്, അയല കിലോ, വലിയ അയലയാണ് 4 എണ്ണം 1 കിലോ 400 രൂപ. എന്നാൽ റീച്ചാൻ ചോദിച്ചു മത്തി എന്തോ വിലയാന്ന് ചോദിച്ചാണെങ്കിൽ മത്തി 500 രൂപ. ഞാൻ പറഞ്ഞു ഇപ്പം 500 കൊടുത്ത് നമുക്ക് മത്തി എന്ത് വാങ്ങിക്കട്ടെ, അതിനേക്കാൾ നല്ലത് 1 കിലോ ചിക്കൻ വാങ്ങിച്ചാൽ പിള്ളേർക്കും ഇഷ്ടമാണെന്നല്ലേ. പ്രൈസമോന് പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ഭയങ്കര സന്തോഷമാണ്. പോളിന് അത്ര ഇല്ല, എന്നാലും കുഴപ്പമില്ല. പ്രൈസനാണ് കൂടുതലും. ചിക്കൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ലെഗ് പീസ് ഉണ്ടോ എന്നും പറഞ്ഞിരിക്കും. ഇത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഇതെനിക്ക് തോരൻ പോലെ വയ്ക്കാൻ പറ്റിയില്ല. ചില സമയത്തൊക്കെ എനിക്ക് നല്ലതായിട്ട് തോരൻ പോലെ കിട്ടി. ഇത് ഇച്ചിരി മസാല ടൈപ്പ് പോലെ ആയിപ്പോയി. നല്ല വേവ് ഉള്ളയായിരുന്നു. ഞാനൊരു 4-5 വിസിലടിച്ചു ആദ്യം. എന്നിട്ട് വെള്ളമൊക്കെ ചേർത്ത് അത് കുറച്ച് നേരം വേവിക്കാനും വെച്ചിട്ടും അതൊരു വല്ലാത്ത ഇതായിപ്പോയി. ഇതിനേക്കാൾ കുഞ്ഞതാ നല്ലത്. ഇത് ഇത്തിരി ഒരു മീഡിയം സൈസിലെ കടലയായിപ്പോയി. കുഞ്ഞു കടല കിട്ടും, അതാ തോരൻ വയ്ക്കാൻ നല്ലത്. ഞാൻ അരപ്പരച്ചെണ്ണ അതിൽ പച്ചമുളക് അരച്ചതാണ്. പിന്നെയും അരപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇതൊരിത്തിരി കളറില്ലെന്നും പറഞ്ഞ് ഞാൻ പിന്നെയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി ചുമന്നിരിക്കട്ടെന്നും പറഞ്ഞ്. ഇവിടെ പക്ഷേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ഇഷ്ടമാണ് പിള്ളേർക്കാന്നേലും എനിക്കും ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഇങ്ങനെ. പൂൾമോന് പിന്നെ മോരുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ മോര് നമ്മളിപ്പോൾ ഒരു ദിവസം വെക്കുവാണെങ്കിൽ അവനൊരു 3-4-5 ദിവസത്തേക്കിന് മോര് കാണും. കൊച്ചതിനും അത്ര മോരിനോട് താല്പര്യമില്ല. ഇവൻ ആ മോര് എന്തോ കൊടുത്താലും മോര്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പുലാവ് ഉണ്ടാക്കി, അന്നേരം പറയാം ഇച്ചിരി മോര് കറിയും കൂടി ഇതാ. ഞാൻ പറയും പോടെ ഇറക്കാം, അതിന് ചിക്കൻ കറി ഇല്ലൂടെ, പിന്നെ എന്തിനാടാ നീ മോര് കറി ചോദിക്കുന്നതെന്ന്. അവനതങ്ങനെ എന്താ എനിക്കറിയത്തില്ല. 1-2 ദിവസം ആയെങ്കിൽ അവൻ ഒന്നുകൂടെ അത് ഇഷ്ടം, ഇച്ചിയും കൂടെ പുളിയൊക്കെ ആവുമല്ലേ. അപ്പം നമ്മുടെ കടലയും റെഡിയായി. ഇച്ചിരി ചപ്പാത്തിക്ക് പക്ഷേ ഇങ്ങനെ ഈ കുഴഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഒരു ഇച്ചിരി കൂടെ ലിക്വിഡ് ഉണ്ടെങ്കിൽ. എൻ്റെ ഷേപ്പ് എൻവയറമെൻറ്റ് ഡേ ആക്ടിവിറ്റി ആയിരുന്നു. അല്ല, ഷേപ്പ് എൻവയറമെൻറ്റ് ഡേ അല്ല, ഡോ മേക്കിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ഡോയൊക്കെ ഉണ്ടാക്കി തന്ന മമ്മിയല്ലേ, പിന്നെ വരച്ചതെല്ലാം കുഞ്ഞാ. പിന്നെ പാർട്ടീഷൻ ഓർഡർ ചെയ്തു. പാർട്ടീഷനൊക്കെ പോളച്ചാച്ചയും മമ്മിയും കൂടെ ചെയ്തത്. ഇങ്ങോട്ട് നിൽക്ക് നീ, എന്ത് ബ്ലാക്ക് അതിന് അവിടെ. ചിക്കൻ ഇങ്ങോട്ട് വന്നേ. ബസ് ഇപ്പം കളറുണ്ട്, അന്നേരം ഒത്തിരി കറുത്തിരിക്കുമായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചറിൻ്റെ കാര്യം ഇപ്പോൾ എന്തെങ്കിലും പറയുന്ന കേട്ടാൽ എന്തുമായിരുന്നു? ഫേവറേറ്റ് ടീച്ചറാ, ഒത്തിരി നല്ലയാ. റിൻസി മിൻസ് നല്ലയായിരുന്നില്ലേ? അതുപോലെ ഈ ടീച്ചറും. ഓക്കെ. അവൻ പറഞ്ഞത് എന്തോന്നോ പപ്പ ചെയ്തില്ലയോ എന്ന്. ഞാനത് പറഞ്ഞില്ലല്ലോ. റീച്ചാനാ രാവിലെ അവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതാ അവൻ ചോദിച്ചത് പപ്പയുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. ഇപ്പോൾ കൊണ്ടുവന്ന് ഓർഡർ ചെയ്ത സവാള 45 രൂപ, ഉരുളൻകിഴങ്ങ് 40. തേങ്ങ ഇപ്രാവശ്യത്തെ തേങ്ങ കാണിച്ച് വലുതാണ്, 30 രൂപ. ഇതും കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച 30 രൂപ, അത് ഇച്ചിരി ചെറുതാണ്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.